സംസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവോണമായ നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾ സജ്ജമായിരിക്കണമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശിച്ചു. ഓണക്കാലത്തെ തുടർച്ചയായ അവധി ദിനങ്ങൾ കൂടി കണക്കിലെടുത്ത് താലൂക്ക് തല എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് കളക്ടർമാർ ഉറപ്പുവരുത്തണം. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ തുറക്കണം. ജില്ലാ ഭരണകൂടവും പോലീസ് സംവിധാനവും റോഡ് സുരക്ഷാ സംവിധാനങ്ങളും ജാഗ്രത പുലർത്തണം. മഴയുടെ സാഹചര്യം വിലയിരുത്തി മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്ക് ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകണം. മീൻപിടുത്തം പാടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തീരദേശവാസികളും മീൻപിടുത്ത തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. പൂരാട ദിവസം 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും മിക്ക ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുകയും ചെയ്തതോടുകൂടി ഓണക്കാലം മഴയിൽ കുതിരുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ. ഉത്രാട ദിവസമായ ഇന്ന് മിക്ക ജില്ലകളിലും അലർട്ടുകളുണ്ട്. തിരുവോണ നാളിൽ 4 ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ തിരുവോണ ദിവസം മഴ ഉണ്ടാകുമെങ്കിലും കാര്യമായി പേടിക്കേണ്ടതില്ലെന്നാണ് കേരള കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ നിത കെ ഗോപാൽ വ്യക്തമാക്കിയത്. തിരുവോണത്തിനും ശക്തി കുറഞ്ഞ മഴ ഓണക്കാലത്ത് ഇത്തവണ ഉണ്ടാകും. മഴ ഉണ്ടാകുമെങ്കിലും നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് IMD അറിയിച്ചിട്ടുള്ളത്. 26-ാം തീയതി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ മഴയുണ്ടാകും. എങ്കിലും തിരുവോണം മഴയിൽ കുതിരുമോ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇന്നത്തെയും നാളത്തെയും അപേക്ഷിച്ച് തിരുവോണ ദിവസം മഴ കുറവായിരിക്കും എന്നാണ് അറിയുന്നത്. അതായത് ഇന്നലെയാണ് ഏറ്റവും ശക്തിയിൽ മഴ പെയ്യുക. 7 ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പല ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. നാളെ അതായത് തിരുവോണ ദിവസം ശക്തി കുറയുമെന്നാണ് മനസ്സിലാകുന്നത്. ഓഗസ്റ്റ് 28 വരെയാണ് അലേർട്ട് കൊടുത്തിട്ടുള്ളത്. മൺസൂൺ ശക്തി പ്രാപിച്ചതിന് കാരണം ന്യൂനമർദ്ദം ബംഗാളിലും ജാർഖണ്ഡ്, ഒഡീഷ പ്രദേശങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതേ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കേരള തീരത്ത് ശക്തമായിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണം. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഓഗസ്റ്റ് 24 മുതൽ 28 വരെ നേരിയ തോതിൽ മഴ ഉണ്ടാകും. ഈ മഴ കാര്യമാക്കേണ്ട വരാനിരിക്കുന്നത് ഈ മഴക്കുറവ് ഓഗസ്റ്റ് 28-ന് ശേഷം മഴയിൽ കാര്യമായ കുറവുണ്ടാകും. പിന്നെ കുറേ ദിവസത്തേക്ക് കേരളത്തിൽ മഴയുണ്ടാവില്ല. ശരാശരിയിൽ കുറവ് മഴയായിരിക്കും ഇത്തവണ ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 24 രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് ലഭിക്കേണ്ടതിന്റെ 77% മഴ മാത്രമേ കേരളത്തിൽ പെയ്തിട്ടുള്ളൂ. 23% കുറവ് ഉണ്ട്. ഇന്നത്തെയും നാളത്തെയും മഴ കൂടി കണക്കാക്കുമ്പോൾ ഇതിൽ ചെറിയൊരു വർധനവ് ഉണ്ടാകും. എന്നാൽ അത് കഴിയുമ്പോൾ മഴ ഇല്ലാതാകുന്നതോടുകൂടി മഴക്കുറവ് ഇതേ രീതിയിൽ തന്നെ തുടരും. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ദില്ലിയിലും നോയിഡയിലും ഒക്കെ തന്നെ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദില്ലിയിലും നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം, ഫരീദാബാദ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റുമാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 397ഓളം വിമാന സർവീസുകൾ വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്യും. 26 വിമാനങ്ങൾ റദ്ദാക്കുകയും 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. 12 എണ്ണം ജയ്പൂരിലേക്കും 2 എണ്ണം ഛത്തീസ്ഗഡിലേക്കും 1 എണ്ണം ലക്നൌവിലേക്കുമാണ് വഴിതിരിച്ച് വിട്ടത്. ഗുരുഗ്രാമിൽ വർക്ക് ഫ്രം ഹോം നിർദ്ദേശം കനത്ത മഴയെ തുടർന്ന് ഓഗസ്റ്റ് 25-ന് കോർപ്പറേറ്റ് ഓഫീസുകൾ, സർക്കാർ സ്വകാര്യ സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയോട് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ ഗുരുഗ്രാം ഭരണകൂടം നിർദ്ദേശിച്ചു. ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും റോഡ് ഓവുചാല അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കാനും ലക്ഷ്യമിടുകയാണ്. മഴ മുന്നറിയിപ്പുണ്ട്. അതായത് ഓറഞ്ച് അലർട്ട് നോക്കുകയാണെങ്കിൽ ഗുരുഗ്രാം, ഫരീദാബാദ് അതുപോലെ തന്നെ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ IMD ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ഡൽഹി NCRലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗതാഗത തടസ്സവും വെള്ളക്കെട്ടും ഗുരുഗ്രാമിൽ ഇസ്ലാംപൂർ ഗ്രാമത്തിന് സമീപം സോഹാഗ് റോഡിൽ സർവീസ് ലൈനിൽ 2 ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് 4 കിലോമീറ്ററോളം നീളത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടായി. MB റോഡിൽ ഈ സംഗ വിഹാറിന് സമീപം കനത്ത ഗതാഗത കുരുക്ക്
റിപ്പോർട്ട് ചെയ്തു. വിമാനത്താവളം, സാങ്കേതിക കോടതി എന്നിവിടങ്ങളിലേക്ക് പുറപ്പെട്ട യാത്രക്കാരും ജീവനക്കാരും മണിക്കൂറോളമാണ് വഴിയിൽ കുടുങ്ങിയത്. വെസ്റ്റ് ഡൽഹിയിലെ അശോക് നഗറിലുള്ള ജയിൽ റോഡിൽ വലിയ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 4:30 ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കും. ഈ ഗംഗാതീര പശ്ചിമ ബംഗാളിന് സമീപം ജാർഖണ്ഡ്, വടക്കൻ ഒഡീഷ പ്രദേശങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം തുടരുന്നു. കേരളത്തിൽ ഇന്ന് മുതൽ 28 വരെയുള്ള ദിവസങ്ങൾ നേരിയതോ മിതമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നും നാളെയും മറ്റന്നെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇനി കേരളത്തെ ജില്ലകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ജില്ലയിലാണ് മുന്നറിയിപ്പുള്ളത് എന്ന് നമുക്ക് നിലവിൽ നോക്കാം. 26-ാം തീയതിയായ നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 26 വരെ മത്സ്യബന്ധനത്തിന് തടസ്സം രേഖപ്പെടുത്തിയിട്ടുണ്ട്.